നന്ദിയേകിടുന്നു എൻ നല്ല നാഥന്, നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി. നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, നല്ലിടയന എന്നെ നിത്യം കരുതിയ നാഥന്, നന്ദിയേകിടുന്നു എൻ നല്ല നാഥന്, നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി. ഇടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, ഇടയന എന്നെ നിത്യം കരുതിയ നാഥന്. പ്രാർത്ഥിക്കാം. പലർക്കു മുന്നിൽ ചോദ്യമായി ഞാൻ നിന്നൊരു നേരത്ത്, ഒരുത്തരമായി എന്നെ തേടി വന്നൊരു നാഥന്. പലർക്കു മുന്നിൽ ചോദ്യമായി ഞാൻ നിന്നൊരു നേരത്ത്, ഒരുത്തരമായി എന്നെ തേടി വന്നൊരു നാഥന്. താളടിയാകാതെ എന്നെ ഉയർത്തിയ നാഥന്, നിന്ദിതയാകാതെ എന്നെ പുലർത്തിയ നാഥന്, താളടിയാകാതെ എന്നെ ഉയർത്തിയ നാഥന്, നിന്ദിതനാകാതെ എന്നെ പുലർത്തിയ നാഥന്. നന്ദിയേകിടുന്നു എൻ നല്ല നാഥന്, നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി. കഴിഞ്ഞ 4 വർഷങ്ങളായി നിസ്വാർത്ഥമായി സേവനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജു അച്ഛൻ ഇന്ന് നമ്മോട് യാത്ര പറയുകയാണല്ലോ. ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും സ്വന്തം കർമ്മപരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇടവക ജനങ്ങൾക്ക് നല്ല ഇടയേണ്ട സേവനങ്ങൾ അച്ഛൻ ലഭ്യമാക്കി. എല്ലാറ്റിനുമുപരി ആരാധന തിരുക്കർമ്മങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അഖണ്ഡ ജപമാലയ്ക്കും പ്രാർത്ഥനാ ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ചയെ ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിക്കുകയും അതിനായി നിരന്തരം യത്നിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജു അച്ഛൻ ഇന്ന് മറ്റൊരു കർമ്മവേദിയിലേക്ക് യാത്രയാവുകയാണ്. ഇത്രയേറെ ഇടവകയെയും ഇടവക സമൂഹത്തെ സ്നേഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജു അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അച്ഛൻ്റെ ഈ യാത്ര നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണെങ്കിലും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനും മുൻപോട്ടുള്ള വിശദമായ പൗരോഹിത്യ ജീവിതത്തിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും അച്ഛന് നേരുന്നു. അച്ഛന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ജോസ് സാറിനെ ക്ഷണിക്കുന്നു.
ഏറ്റവും സ്നേഹം പറഞ്ഞ ശ്രീജാച്ച, മകളെ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ ആ കുഞ്ഞു പറഞ്ഞമായി സമ്മിശ്രിതമായ ഒരു കാലത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. സന്തോഷമുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. കഴിഞ്ഞ 2 വർഷം കോർഡിനേറ്റർ നിലയ്ക്ക് ഞാൻ അച്ഛനോട് വളരെ അടുത്ത് പെരുമാറാനും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുമുള്ള ഒരു അവസരം ഉണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ എല്ലാവരെയും ചെയ്യാനായിരുന്നു. ഞങ്ങൾ വേദവാർത്ഥം ടീച്ചേഴ്സിന്റെ മീറ്റിംഗിൽ ജോസഫ് സാർ ഒരു കഥ പറഞ്ഞു. അപ്പോൾ ഒരു മാവിന്റെ കഥ. ആ മാവിനെ പറ്റി എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വിവരിക്കാനുണ്ട്. ആ മാവ് വലിയ മാവാണ്, പിള്ളേർ കല്ലെറിയും മാങ്ങാ പറിക്കും എന്നൊക്കെ പറഞ്ഞു, തമിഴ് കിട്ടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ മാവ്, ഈ മാവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ പടർന്ന മാവാണ്. കല്ലെറിയേണ്ട ആവശ്യമില്ല, മാങ്ങാ പറിക്കാൻ കൈ നീട്ടിയാൽ മതി. കാരണം അച്ഛനടുത്ത് വരുന്ന ഒരാൾക്കും അച്ഛനോട് ഒരു കാര്യം പറഞ്ഞാൽ അച്ഛനത് നല്ലൊരു സൊല്യൂഷൻ അല്ല, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കുകയും ആ വരുന്ന ആൾക്ക് ഒരിക്കലും ഒരു അവസരം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലാത്ത ഒരു 4 വർഷം അവർക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ഇടവകയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ പോകുവാനിരിക്കുന്ന ജെയിംസ് സിസ്റ്ററിനും എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. വേർപാട് എന്നും വേദനാജനകമാണെന്ന് നമുക്കറിയാം, എന്നാൽ അത് അനിവാര്യമാണല്ലോ. ഇന്ന് എല്ലാവരും വളരെ വിഷമം നിറഞ്ഞ മുഖത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നറിയാം. എന്നിരുന്നാലും കഴിഞ്ഞ 4 വർഷമായി നമ്മുടെ ഇടവകയ്ക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളായിരുന്നു. കാരണം അച്ഛൻ്റെ മഹിമ സാന്നിധ്യം നമുക്കെന്നും ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ വിശുദ്ധ കുർബാനയും വചന സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ ആഴത്തിൽ നമ്മുടെ ഇടവകയിലെ ഓരോരുത്തരെയും ആത്മീയതയിലേക്ക് നയിക്കുന്ന നമ്മുടെ അച്ഛനും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പ്രതീകം തന്നെയാണ്. ജനനം മുതൽ മരണം വരെ ഒഴിച്ചുകൂടാനാവാത്ത ആത്മീയ സാന്നിധ്യമാണ് ഓരോ പുരോഹിതനും. കൊറോണ കാലത്ത് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ അച്ഛൻ നമ്മെ വിശദീകരിക്കുവാൻ തീഷ്ണത കാട്ടി. ആ തീഷ്ണത ചെറുപുഷ്പം മിഷനിംഗ് അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും മാതൃകയും പ്രചോദനവുമാണ്. അച്ഛന്റെ ഈ ചൈതന്യം ഈശോയുടെ മുൻപിൽ എന്നും വിളങ്ങി നിൽക്കട്ടെ. ദൈവം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തം ദൈവഹിതത്തിന് അനുസൃതമായി നിറവേറ്റുവാൻ ചെറുപുഷ്പം മിഷനിംഗ് അംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഞങ്ങൾക്ക് വളരെ താങ്ങും തണലുമായിരുന്നു. അതായത് ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനോ ചെറിയ കാര്യത്തിനൊന്നും അച്ഛൻ ഞങ്ങളെ വഴക്ക് പറയുകയോ ഞങ്ങളോട് ദേഷ്യപ്പെടാറൊന്നുമില്ല. മാത്രമല്ല, ഞങ്ങളിപ്പം എത്ര വലിയ മണ്ടത്തരം ചെയ്താലും ചിലപ്പം നല്ല പോലെ വഴക്ക് കേൾക്കേണ്ട കാര്യമായാലും ഞങ്ങൾ വഴക്കൊക്കെ ഫുൾ റെഡിയായിട്ട് നിൽക്കുവാണെങ്കിൽ പോലും ചിലപ്പോൾ അച്ഛനൊന്നും പറയാതെ ഞങ്ങൾ പോകാറാണ് ചെയ്യാറ്. അപ്പം അച്ഛൻ്റെ ഈ ക്ഷമയും ശാന്തതയെല്ലാം വളരെ നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വേറെ അച്ഛന്മാരാണെങ്കിൽ ഞങ്ങളെ പണ്ടേക്ക് ഓടിച്ചു വിട്ടാനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അച്ഛൻ. ഇപ്പൊ എന്ത് കാര്യങ്ങളായാലും നമ്മൾ പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങളായാലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാലും അച്ഛൻ തന്നെയായിരിക്കും കൂടുതൽ ചെയ്യുക. ഇപ്പൊ മറ്റുള്ളവരെ കൊണ്ട് അധികം അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല. സ്വയം സഹിച്ച് സ്വയം ചെയ്യുന്ന ഒരു സ്വഭാവം അച്ഛന്. ഏതൊരു ഇതായാലും എല്ലാ അച്ഛന്മാർക്കും പറയുന്നത് ഇഷ്ടമായിരിക്കും. തന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും. പക്ഷെ അച്ഛൻ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാ ഇടവക കുട്ടികൾക്ക് വേണ്ടി, ഇടവക കുട്ടികളുടെ എല്ലാ കാര്യം ചെയ്യണമെന്നാലും അച്ഛൻ ചെയ്യും. എന്നിട്ട് അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യണമെന്ന് അത് വേണ്ട എന്ന് അച്ഛൻ പറയുന്നത്. ഞാൻ വന്ന വർഷം മുതൽ അച്ഛൻ കൂടെയുണ്ട്. ഈ 4 വർഷക്കാലങ്ങളിൽ അച്ഛനോടൊപ്പമായിരുന്നപ്പോൾ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏറെ തീഷ്ണതയോടെ പ്രോത്സാഹനമായി സഹകരണമായി കൂടെയായിരുന്നുകൊണ്ട് വളർത്തി വഴി നടത്തിയ അച്ഛനേറെ നന്ദിയോടെ ഓർക്കുകയാണ്. മലക്കാരുടെ മനം കവർന്ന ഹൃദയം കവർന്ന വികാരിയച്ഛൻ, ജനപ്രിയ നായകൻ, അങ്ങനെ പോകുന്നു അച്ഛനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച പള്ളിയിൽ വായിച്ച ദൈവവചനം, പത്രോസ്ലീഹയെ ദൗത്യമേൽപ്പിക്കുന്നതിന് മുൻപ് ഈശോ ചോദിച്ചു 3 പ്രാവശ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്.
തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് പത്രോസ്ലീഹ സഭയുടെ തലവനായിട്ട് ഈശോ അല്ലെങ്കിൽ സഭയുടെ താക്കോൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. എനിക്ക് തോന്നുന്നു അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 3 വർഷമുള്ള അച്ഛന്റെ വിശുദ്ധ കുർബാനയും അച്ഛന്റെ പ്രാർത്ഥനാ ജീവിതവും എല്ലാം ആ ഈശോയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു എന്ന്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു അച്ഛന്റെ ജീവിതം. എല്ലാവരും പറഞ്ഞു ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ ഇത്രയും കാലമായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. സത്യമാണ്, ഒത്തിരിയേറെ നന്മകൾ നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജോച്ചൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ മൈനർ സെമിനാരിയിലേക്കൊക്കെ ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അത്രമാത്രം സ്നേഹവും കരുതലുമുള്ള, കാരണം SSLC ഒക്കെ കഴിഞ്ഞ് സെമിനാരിയിലേക്ക് കടന്നു വരുന്ന വൈദിക വിദ്യാർത്ഥികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ സാന്നിധ്യമായി, ഒരു പിതാവിന്റെ സാന്നിധ്യമായി, ഒരു ജ്യേഷ്ഠന്റെ ഒരു ചേച്ചിയുടെ ഒക്കെ സാന്നിധ്യമായി തീരേണ്ട ആളാണ് നമ്മുടെ ശ്രീജോച്ചൻ. അതിനൊക്കെ കഴിവുണ്ട് എന്ന് അധികാരികൾ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം അച്ഛനോട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ അവർ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് നല്ല സുഖമുണ്ട്. കാരണം ഒത്തിരി നല്ല വാക്കുകളും എന്നെ കുറിച്ചുള്ള പുകഴ്ത്തലുകളും ഒക്കെ കേട്ട് അത്രയും സന്തോഷത്തോടെ പാലിക്കാനായിട്ട് ഒരു നല്ല സുഖമാണ് അത് കേൾക്കാനായിട്ട്, അല്ലേ? ഇത് 2 വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഇത്രയൊന്നും വരികയില്ലായിരുന്നു. 4 വർഷമായത് കാരണം അല്പം കൂടെ നിങ്ങളോട് അടുത്തിടപഴകാനായിട്ടൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് നല്ല നമ്പരാണ് നന്ദി പറയുകയാണ്. ഞാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ആപ്തവാക്യം എന്ത് എന്ന് ടീച്ചർ ഇങ്ങനെ ഊഹിച്ച് ഒരു വാക്യം പറഞ്ഞായിരുന്നു. എൻ്റെ ആപ്തവാക്യം എന്നൊന്നുമില്ല, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു വാക്യമാണ് ഞാൻ എൻ്റെ ആപ്തവാക്യത്തെ എടുത്തിരിക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ ഒരു വാക്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എനിക്ക് ഏറെ അർത്ഥം നൽകുന്ന, എൻ്റെ ജീവിതത്തിൽ ഏറെ അർത്ഥം നൽകുന്ന ഒരു വാക്യമായിട്ട് ഞാൻ കാണുന്നത്. പ്രത്യേകമായിട്ട് ഇടവാസത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി നല്ല നിമിഷങ്ങളാണ് ഈ ഇടവക തന്നിട്ടുള്ളത്, നിങ്ങളെ ഓരോരുത്തരും തന്നിട്ടുള്ളത്. അതിനെല്ലാം നന്ദി പറയുകയാണ്. എനിക്കറിയാം നിങ്ങളെന്നെ സ്നേഹിച്ചെങ്കിൽ അത് എൻ്റെ പൗരത്വത്തോട് ദൈവം നൽകിയ വലിയ ദാനത്തോട് നിങ്ങൾ കാണിച്ച വലിയ സ്നേഹമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ സാധാരണക്കാരനായിട്ട് ഒരാളായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും എന്നെ സ്നേഹിക്കില്ല. മറിച്ച് ദൈവം നൽകിയ ഒരു വലിയ മഹനീയ ദാനമായ പൗരകൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വലിയ സ്നേഹവും കരുതലും ഒക്കെ നിങ്ങളിന്ന് സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് അത് തമ്പുരാന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. വലിയ മഹാദാനത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ആ ദാനം പരിപോഷിപ്പിക്കാനുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം. നമ്മളെ മക്കളെ ദൈവയിൽ ആഴപ്പെടുത്താനായിട്ടും വളർത്താനായിട്ടുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൗത്യം. അതുകൊണ്ട് തന്നെ ആ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് പ്രത്യേകമായി എനിക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഞായറാഴ്ച എല്ലാം വിശദമായിട്ട് നന്ദി പറഞ്ഞതാണ്. പ്രത്യേകമായിട്ട് ജോലി സാറിനെയും ഇതിനു മുമ്പുണ്ടായിരുന്ന സന്നിച്ചാരനെയും അതോടൊപ്പം തന്നെ എൻ്റെ കൈക്കാരന്മാരായിരുന്ന 4 വർഷം കൈക്കാരന്മാരായ എല്ലാവരെയും പ്രത്യേകമായിട്ട് എന്നെ എല്ലാ വിധത്തിലും സഹായിച്ചിട്ടുള്ള വൈദ്യ സാറിനെയും വേദവാട സാറന്മാർ, ജോസൂടി സാറിന് നേതൃത്വത്തിലുള്ള വേദവാട സാറന്മാർ എല്ലാവരെയും, ടീച്ചേഴ്സിനെയും അതോടൊപ്പം തന്നെ എല്ലാവരെയും പ്രത്യേകമായിട്ട് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാവരെയും സംഘടനകളുടെ ഭാരവാഹികള്, യുവജനങ്ങളെ പ്രത്യേകിച്ച് കൃഷിയിലേക്ക് അതുപോലുള്ള എല്ലാ ഭാരവാഹികളും മാതൃവേദിയമ്മമാരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. പലരെയും ഒത്തിരി എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളുള്ളവരെ നന്ദിയോടെ ഓർക്കുന്നു. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. ഇപ്പോൾ അച്ഛനെ തീറ്റിപ്പൊട്ടുക എന്ന് പറഞ്ഞ ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. അതിലൊരു ഭംഗിയായിട്ട് ഈ ഒരു 4 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ അല്പം വഴക്കൊക്കെ കൂടിയിട്ടുണ്ടാവുക. പ്രത്യേകമായിട്ട് അവര് എന്നെ ഒരു മകനെ പോലെ എന്നെ കരുതിയിട്ടുണ്ട്. അതിനെയൊക്കെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. സ്നേഹമൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അതെൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ പ്രാർത്ഥനകളുണ്ടായിരിക്കും. ഇതെൻ്റെ ഒരു ആദ്യത്തെ ഇടവകയായിരുന്നത് കാരണം തന്നെ ഹൃദയത്തിലുള്ള ഒരു ഇടവകയാണ്. ഇനി സെമിനാരിയിലേക്കാണ് പോകുന്നത്. എനിക്ക് അത് എത്ര വർഷം അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അടുത്ത ഇടവക കിട്ടുന്നോളം വരെ എൻ്റെ ഹൃദയത്തിലുള്ള ഇടവകയാണുള്ളൂ ഈ കാപ്പിമല ഇടവക. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് 100 നാവാണ്.
എനിക്കറിയാം ഈ ഇടവക സമൂഹം ഒത്തൊരുമയോടെ, കൂട്ടായ്മയോടെ, ശക്തിയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഇടവക സമൂഹമാണ്. ഇതൊരിക്കലും കളയാതെ സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജവമാനെയും അതോടൊപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനോട് കൃത്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. എനിക്കറിയാം ജവമാലയൊക്കെ ഞാൻ എത്ര മനസ്സ് വെച്ചാലും ആൾക്കാരില്ലെങ്കിൽ അതൊന്നും മുന്നോട്ട് പോകില്ല. സത്യമാണ്. അത് നിങ്ങളുടെ വലിയ മനസ്സും നിങ്ങളുടെ വലിയ തീഷ്ണതയും ത്യാഗവുമാണ്. ഒരു ദിവസം മുഴുവനൊക്കെ അമ്മച്ചിമാരൊക്കെ തന്നെയാണ് രാത്രി മുഴുവനും ഒക്കെ വന്നിരുന്ന് ദേവാലയത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെയുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് ദൈവം തരും പരിശുദ്ധമയിലൂടെ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇതിന്റെ പല തെളിവുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകാസമൂഹത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈ ഒരു കൂട്ടായ്മയും സ്നേഹവും ഒക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കേഴ്സിനെ അനുഷ്ഠിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഈ ഇടവകയുടെ കോർഡിനേറ്റർമാരെയും വൈകാരന്മാരെയും പാരിഷ്കർഷണങ്ങളുടെയും കുടുംബ കൂട്ടായ്മ ഭാരവാഹിയുടെയും മറ്റെല്ലാ സംഘടനകളുടെയും ഭാരവാഹിയുടെയും ഇടവാസമത്തിലെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും കുഞ്ഞുമക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങാണ് ഈ ഇടവക സമൂഹത്തിന്റെ കരുത്ത്, ശക്തി. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥയോടുകൂടിയുണ്ട്. വിശുദ്ധ യോസേപ്പിതാവേ, യോസേപ്പിതാവാണ് വേണ്ട കാവൽക്കാരൻ. അതുകൊണ്ട് തന്നെ ഇടവക ശക്തിയുക്തം വളരുമെന്നുള്ള കാര്യം തീഷ്ണതയുള്ള ഉറപ്പുള്ള കാര്യമാണല്ലോ. പ്രത്യേകമായിട്ട് ആത്മീയതയുടെ ആചാര്യനും ഞങ്ങളുടെ കാപ്പിമല പള്ളി വികാരിയുമായ സ്നേഹ ബഹുമാനപ്പെട്ട ശ്രീജു അച്ഛ, ത്യാഗത്തിലൂടെ സ്നേഹത്തിൻ്റെ മാസ്മരിക ശക്തി ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു വൈദികൻ എന്തായിരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ശ്രീജു അച്ഛൻ. പ്രാർത്ഥനയുടെ മനുഷ്യൻ, സ്നേഹമയൻ, കരുണ കാണിക്കുന്നവൻ, അജഗണങ്ങളെ അറിയുന്ന നല്ല ഇടിയൻ. ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ പുരോഹിത സാന്നിധ്യം കാപ്പിമല ഇടവകയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ കയ്യിലെ മനോഹരമായ കിരീടം പോലെ ജീവിത സുഹൃത്തുക്കൾ കോർത്തിണക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ജീവിതം ഞങ്ങൾക്കെന്നും മാതൃകയായിരുന്നു. സമർപ്പിത ജീവിതം ഒരനുഗ്രഹമാണെന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. സ്നേഹമുള്ള ശ്രീജു അച്ഛ, അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയോടെ നിലകൊള്ളുന്നു. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ ദൈവം വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും. വൈദിക പരിശീലന കേന്ദ്രത്തിലേക്ക് കടന്നു പോകുന്ന അച്ഛന് നേരുന്നു വിജയാശംസകൾ. പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ശക്തി പകരും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിജയ ആശംസകളും. സ്നേഹത്തോടെ കാപ്പിമല ഇടവകാംഗങ്ങളായ സമർപ്പിതർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജു അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ യാത്രാമംഗളങ്ങൾ നേരുന്നു. ഇടനാഴിയിലോടിക്കയറണ ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണിതുവഴി എന്നാവാം. ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ. ഒടിപാറണ നടവഴിയിനിയും ചുവടുകളിൽ നമ്മെ തിരയും മിഴിയോടണ ജനൽ വഴിയിനിയും പതിവുള്ളൊരു പുഞ്ചിരി തിരയും ചിരിയൂർന്നൊരു ഗോപണിയടിയിൽ
കുറിക്കും ചുമ ചേർന്നൊരു ചിത്രമെടുക്കാൻ വെയിലാറിയ മുറ്റമൊരുക്കാം ചിരിയറിഞ്ഞ തീരം ചിറകുവച്ച പ്രായം മിഴി നിറയ്ക്കയാണോ മിഴി നിറയ്ക്കയാണോ ഓഹോ കാലം പോയേ ഓഹോ കാലം പോയേ ഇടനാഴിയിലോടിക്കയറണ ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണിതുവഴി എന്നാവാം ഓഹോ കാലം പോയേ ഓഹോ കാലം പോയേ ഓഹോ കാലം പോയേ ഓഹോ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നു തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ തേൻ കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട് തേൻ കിളിയേ